3 സാഹചര്യങ്ങളിലാണ് ഒരു ആൺകുട്ടി കരയുന്നത് അത്രേ. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ഇതാ കേട്ടു നോക്കൂ. 3 സാഹചര്യത്തിലാണ് ഒരു ആൺകുട്ടി കരയുന്നത്. ഒന്നാമത്തെ സാഹചര്യം, അവൻ കാരണം അവന്റെ മാതാപിതാക്കള് കരയുമ്പോ. രണ്ടാമത്തേത്, അവന്റെ പെങ്ങളുടെ കല്യാണത്തിന്. മൂന്നാമത്തേത്, അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് അവനെ ഇട്ടിട്ട് പോകുമ്പോ. ശരിയല്ലേ? ഇത്തരം മൊഴിമുത്തുകൾ വിത്ത് BGM നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനിടയിൽ ഇന്ന് വളരെയധികം ഷെയർ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല, കരയുന്നത് ദുർബലന്റെ ലക്ഷണമാണ് എന്ന ചിന്ത വളരെ പണ്ട് തൊട്ടേ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞതാണ്. ആ ചിന്തയിലെ അപകടം തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യത്തെ മാറ്റി പ്രതിഷ്ഠിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ആരിലേക്കാണോ അത്തരം ചിന്തകൾ എത്തേണ്ടത്, അവരിപ്പോഴും ഇത്തരം മണ്ടൻ ചിന്തകൾക്ക് പുറകെ കണ്ണും പൂട്ടി കൂട്ടത്തോടെ പായുകയാണ് എന്നതിന്റെ തെളിവാണ് ഇൻസ്റ്റയിലും മറ്റുമുള്ള ചില വീഡിയോസും ചില ആണത്ത സ്റ്റാറ്റസുകളുമൊക്കെ. പെണ്ണിന് പകരം ബുള്ളറ്റിനെ പ്രണയിച്ചവനും മണ്ണിനെ പ്രണയിച്ചവനും. കൂടെ പഠിക്കുന്ന പെൺകുട്ടി പ്രണയം നിരസിച്ചതിന് ബയോയിൽ ആന്റി ഫെമിനിസ്റ്റ് എന്നെഴുതി മാസ് കാണിക്കുന്ന 13കാരനുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പതിവ് കാഴ്ചയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മേൽപ്പറഞ്ഞ വീഡിയോ ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നേ പറയാൻ പറ്റൂ. ഒരിക്കലും കരയാൻ പാടില്ല എന്നതിൽ നിന്നും 3 സാഹചര്യങ്ങളിൽ ആണുങ്ങൾക്ക് കരയാം എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയല്ലോ. അച്ഛനമ്മമാർ കരഞ്ഞാൽ കൂടെ കരയാം, പ്രേമിക്കുന്ന പെണ്ണ് ഇട്ടേച്ച് പോയാൽ കരയാം, പെങ്ങളുടെ കല്യാണത്തിന് കരയാം. ബാക്കിയുള്ള സാഹചര്യങ്ങളിലൊക്കെ കരച്ചിലൊന്ന് പിടിച്ചു വെക്കേണ്ടി വരും ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന ചിന്തയെ ഏറ്റവും അധികം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതാത് സ്ഥലങ്ങളിലെ സംസ്കാരം തന്നെയാണ്. നമ്മുടെ സംസ്കാരവും അക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ആണുങ്ങൾ കരയുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എന്തെങ്കിലും കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്തതിനു ശേഷമുള്ള സന്തോഷാശ്രു പൊഴിക്കാൻ ആണുങ്ങൾക്ക് സമൂഹം അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കായിക മത്സരത്തിൽ പൊരുതി പരാജയപ്പെടുമ്പോൾ ആ നഷ്ടത്തിൽ കണ്ണുനീർ പൊഴിക്കുന്ന ആണും സോഷ്യലി ആക്സെപ്റ്റബിൾ ആണ് പലയിടത്തും. അതായത് നേട്ടം, അഭിമാനം, നഷ്ടം, പരാജയം ഇതൊക്കെ ആക്സെപ്റ്റബിൾ ആയ സന്ദർഭങ്ങളാണ് ആണുങ്ങൾക്ക് കണ്ണീർ പൊഴിക്കാൻ. അതല്ലാതെ മറ്റുള്ളവരുടെ വേദനയിൽ, ചെറിയ ചില പിണക്കങ്ങളിൽ, കുറ്റപ്പെടുത്തലിൽ, പേടികളിൽ, ശാരീരികമായ വേദനകളിലൊക്കെ കരയാൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതി വെച്ച് ആണുങ്ങൾക്ക് അവകാശമില്ല. അതൊക്കെ പെണ്ണുങ്ങൾ, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലെ ദുർബലർ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഒരാൾ മാത്രം എന്ന സിനിമയിലെ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം. മറ്റുള്ളവരുടെ വിഷമം കേട്ടാൽ കണ്ണു നിറയുന്ന ആ കഥാപാത്രത്തിന് അത് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമല്ല. പുറമേക്ക് ഒരു പരുക്കന്റെ വേഷം കൊണ്ട് നടക്കുന്ന ഒരു ലോലഹൃദയനായ ആ കഥാപാത്രം തന്റെ ഈ സ്വഭാവം മറ്റുള്ളവർ മനസ്സിലാക്കി കളയുമോ എന്ന ഭയം കൊണ്ട് ഒരു സന്ദർഭത്തിൽ ഇമോഷണൽ ടോക്ക് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തെ പേടിച്ചോ ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളെ പേടിച്ചോ കലിപ്പനായി അഭിനയിക്കേണ്ടി വരുന്ന, ആണത്തം തെളിയിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്ന ആണുങ്ങൾ കുറച്ചൊന്നുമല്ല നമ്മുടെ ഇടയിൽ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിലെ ആ യുവാവിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ തന്നെ അതിനുദാഹരണമാണ്. മസ്കുലിൻ എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് താൻ കരയൂ എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള വ്യഗ്രത ചില കമന്റുകളിൽ വ്യക്തമാണ്. അങ്ങനെയുള്ള ചില കമന്റുകൾ നോക്കാം. കഷ്ടപ്പെട്ട് മേടിച്ച ബൈക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ടോ സക്കീർ ബൈക്ക്? എവറി ബോയ്സ് വിൽ ക്രൈ ബ്രോ. മൂന്നാർ ട്രിപ്പ് പോയിടെ 1-ാം തീയതിയാണെന്ന് അറിയുമ്പോൾ. ശരിയല്ല, തെറ്റായ ഒന്ന്. ഫുട്ബോൾ കളിക്കാൻ പറ്റാതെ പരിക്ക് പറ്റി കിടക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അറിയില്ലെങ്കിൽ പറയാതിരിക്കും ബായ്. പെണ്ണിനേക്കാൾ വലിയ വികാരമാണ് ആമ്പിള്ളേർക്ക് അവരുടെ വണ്ടി. അതിനുവേണ്ടി ജീവൻ പോലും കൊടുക്കും. അതിനൊരു പോറൽ വന്നാൽ പോലും അവന്മാർ കരയും. നീ പറഞ്ഞത് ശരിയല്ല, നീ ഒരു ബോയ് ആണോ എങ്കിൽ നിനക്ക് കരച്ചിൽ വരില്ല. 1-ാം തീയതി കുപ്പി കയ്യിന്ന് വീണ് പൊട്ടുമ്പോൾ. ഈ കമന്റുകളൊക്കെ തന്നെയും പറയുന്നത് ചില കാര്യങ്ങൾക്ക് മാത്രമേ ആണുങ്ങൾ കരയാൻ പാടുള്ളൂ. ആ ചില കാര്യങ്ങൾ പൊതുബോധം ആണത്വവുമായി അല്ലെങ്കിൽ മസ്കുലിനിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം എന്ന് തന്നെയാണ്. അതായത് ആണുങ്ങൾ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ പെരുമാറണം, പെണ്ണുങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം, അവർ വേറൊരു രീതിയിൽ പെരുമാറണം. ഇങ്ങനെയൊക്കെയുള്ള ചില ഉറഞ്ഞുപോയ ചിന്തകളിൽ നിന്നും ഇതുവരെ പലർക്കും മോചനം കിട്ടിയിട്ടില്ല. പെണ്ണുങ്ങൾ എതിർത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ മറുവശമാണ് ആണുങ്ങൾ കരയരുത് എന്ന് പറയുന്നത്. ഇത്തരം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നതിനെ തള്ളിക്കളയാമെന്നെങ്കിലും വെക്കാം. പക്ഷെ പുതിയ തലമുറ അതിനെ അതേപടി പകർത്തുന്നത് അപകടകരം തന്നെയാണ്. ചുരുക്കത്തിൽ കരയുക, ചിരിക്കുക എന്നതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. ചിലർ പെട്ടെന്ന് ചിരിക്കുന്നത് പോലെ ചിലർ പെട്ടെന്ന് കരയും. ചിലർ കൂടുതൽ ചിരിക്കുന്നത് പോലെ തന്നെ ചിലർ കൂടുതൽ കരയും. മനുഷ്യന്റെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻസിന് പോലും ആൺ പെൺ ടാഗ് ചാർത്താതിരിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.